ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പൊ നോക്കിയാൽ ഇന്നൊരു വെറൈറ്റി വീഡിയോ ഉണ്ട്. കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത് നമ്മൾ ചെയ്തപ്പോൾ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് കിട്ടണി തരൂ കുറച്ച് കിട്ടണി തരൂ എന്ന് പറഞ്ഞ സംഭവം അല്ലേ? എന്താണ് നമ്മുടെ സ്വന്തം അമ്പഴങ്ങ. അതെ, എല്ലാവർക്കും ഇത് കിട്ടാത്തൊരു സാധനം ഉണ്ടാ. അതെ അതെ കഴിഞ്ഞ തവണ നമ്മൾ അമ്പഴങ്ങ ചേർത്തപ്പോ എല്ലാവരും പറഞ്ഞു അയ്യോ ഞങ്ങൾക്ക് കിട്ടൂല, കുറച്ച് തരും എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഇത്തവണ കഴിഞ്ഞ തവണത്തേലും കൂടുതലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ കിട്ടിയത് മൂത്തതായി പോയി. ഇത്തവണ കുറച്ച് മൂത്തിട്ടുണ്ട്, പക്ഷെ അത് എന്നാലും വലിയ കുഴപ്പമില്ല. അത് നല്ലതാണ്. അത് പെട്ടെന്ന് ഇത് ഉപ്പിലിട്ടെങ്കിലും തിന്നാൻ പറ്റുന്ന സാധനമാണ്. ഇത് നമുക്ക് നമ്മൾ ചെയ്യാൻ പോണത് എന്താണ്? അച്ചാറിടും, കുറച്ച് അച്ചാറിടും, കുറച്ച് ഉപ്പിലിടും, രണ്ടും ചെയ്യുന്നുണ്ട്. അതെ, ഇത്ര സാധനം കിട്ടിയിട്ടുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഇത് വേറെ എവിടെ നിന്നുള്ളത് നമ്മൾ സ്വന്തം കണ്ട ഇവിടെ കുറേ നിൽക്കുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞ കൊല്ലമൊക്കെ കുറേ മുകളിലേക്കായിരുന്നു. പക്ഷേ ഇത് പകുതി വെച്ച് കട്ട് ചെയ്ത് നിർത്തിയപ്പോൾ ഇങ്ങനെ പൂക്കുല പോലെ ഇങ്ങനെ വന്ന് അല്ലേ? അതിന്റെ മുകളിലുള്ള കൊമ്പറക്കിയപ്പോ ആ ഇറക്കിയ സമയത്ത് കറക്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ ഒരെണ്ണം കിട്ടൂലായിരുന്നു. അതെ, അതിനുള്ള ചെറിയ സാങ്കേതിക ലക്ഷണങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അത് കൊണ്ടുപോയനായിരുന്നു. അതെ അതെ പറയാൻ പറ്റില്ല എന്താണ് ലക്ഷണം നമ്മൾ പറയണില്ല. അതെ, അപ്പൊ ഭാഗ്യത്തിന് ഞാനിവിടെ ഉണ്ടായത്. അതെ, അമ്പഴ നമുക്ക് നേരെ നല്ല ആ പയ്യനും കുറച്ച് കൊണ്ടുപോയിട്ടാ. അതൊന്നും ചോദിച്ചു കൊണ്ടുപോട്ടെ, ചേർത്തലുള്ള പയ്യനാണ്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നതിന് അപ്പൊ അവർക്ക് ഉപ്പിലിടാനാണെന്ന് പറഞ്ഞു. എന്തായാലും ചേട്ടൻ വീഡിയോ കാണുകയാണെങ്കിൽ ഒരു കമന്റ് ഇട്ടേക്ക്. ഉപ്പിലിട്ടിട്ട് പയ്യനല്ല അതിന്റെ വൈഫാണ് കാണുന്നതെന്ന് പറഞ്ഞു. ഉപ്പിലിട്ടിട്ട് പച്ചവെള്ളം കീറിയിട്ടിട്ട് ആണ് അത് ചെയ്യണമെന്നാണ്. അച്ചാറിടില്ല, നമ്മൾ കുറച്ച് ഉപ്പിലിടും, കുറച്ച് അച്ചാറിടും. അതെ, ഉള്ളത് മാത്രം അച്ചാറിടും. അതെ. അപ്പൊ ഞങ്ങളപ്പോ ഇത് പൊട്ടിക്കണം വിചാരിച്ചിരിക്കുന്നു. കറക്റ്റായിട്ട് ചേട്ടൻ പൊട്ടിച്ചതുകൊണ്ട് ചേട്ടൻ താങ്ക്സ് ചേട്ടാ. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇതുകൊണ്ട് ഞങ്ങള് അച്ചാറിടും ഉപ്പിലിടും. കഴിഞ്ഞ വർഷം നമ്മ അച്ചാറിട്ട് നല്ല അച്ചാറായിരുന്നു. പക്ഷെ ഇട്ട രീതിയൊക്കെ മറന്നുപോയി. ഇട്ട രീതി മാത്രം മറന്നുപോയതല്ല, അത് അച്ചാറ് മൂത്തുപോയി കുറച്ചത്. അതെ, അത് സുഖം ഉണ്ടായിരുന്നില്ല. അത് കടിക്കുമല്ലോ. ഇതിപ്പോ നേരെ കട്ടിക്കാം, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാം. അതെ അതെ, അങ്ങനെ ഇടാം. ഇതിപ്പോ സംഭവം എന്ന് വെച്ചാൽ ഇതേ ഇങ്ങനെ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാലേ ഇത് സംഭവം എന്ന് വെച്ചാൽ മനസ്സിലാക്കണം ഇങ്ങനെയാണ്. അങ്ങനെ കടിച്ചില്ല, അതാണ് ഇതിന്റെ ഗുണം. മറ്റേതാകുമ്പില്ലേ ഇങ്ങനെ കടിച്ച പൊട്ടൂല, അങ്ങനെ പകുതിക്ക് നിൽക്കും. എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത് കിട്ടാൻ എല്ലാവർക്കും ഇത്തിരി ബുദ്ധിമുട്ടാണ് അമ്പഴം കിട്ടാനായിട്ട്. ഇവിടെ അച്ഛനുണ്ടായ സമയത്ത് അച്ഛൻ വെച്ച അമ്പഴമരമാണ്. 2 അമ്പഴമരം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരെണ്ണം ചീത്തായി പോയി. അച്ഛനോട് കുറെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അല്ലേ? കരയാമ്പൂ, ഗ്രാമ്പൂ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ, ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ മരം പോയി. നെല്ലിക്കാപ്പുളി ഉണ്ടായിരുന്നു, അത് ഉണ്ടായിട്ട് അത് പോയി. പിന്നെ ചെമ്മിപ്പുളി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സാധനങ്ങൾ. ഇപ്പൊ ആര്യപ്പ്, കണിക്കൊന്ന, അമ്പഴം, ചാമ്പ, അങ്ങനെയുള്ള മരങ്ങൾ ഇപ്പൊ ഉണ്ട് ഇവിടെ. എല്ലാം ഉണ്ടായി, എല്ലാത്തിനും കായ ഉണ്ടായതാണ്. കരയാമ്പൊക്കെ ഉണ്ടായിട്ട് താഴത്തിങ്ങനെ വീണ് കിടന്നിട്ട് ഞങ്ങൾ പിറക്കി ഒരു 200 ഗ്രാം വിറ്റിട്ട് വരെ ഉണ്ട്. അതിനുശേഷമാണ് ആ മരം പോയത്. അതെ, പിന്നെ ആര്യവേപ്പ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇഷ്ടംപോലെ ചെമ്മിപ്പുളി ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പിന്നെ ഒരു സാധനം ഉണ്ടായിരുന്നു, കാരക്ക ഉണ്ടായിരുന്നു ഇവിടെ. അയ്യോ, കാരക്കൊരു രക്ഷ, ഞങ്ങൾ വെട്ടിക്കളഞ്ഞിട്ടാ. വലിയൊരു നമ്മുടെ കണിക്കൊന്ന മരത്തിന് വലിയൊരു കാരമരം. ഈ കണ്ട ഇവിടെയാണ് ഞങ്ങൾ ഈ താറ് കിടക്കുന്നിടത്താണ് ഉണ്ടായിരുന്നത്. ഇഷ്ടം പോലെ കാരക്കായിരുന്നു, അതും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ കുറെ മരങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അത് ഇടയ്ക്ക് എല്ലാരും ഇങ്ങനെ ഉണങ്ങി പോണേന്ന് പറയാനായിട്ട് ഇങ്ങനെ നമ്മുടെ അപ്പുറത്തിന്റെ തോടാണല്ലോ ഉപ്പ്. അപ്പൊ ആ ഉപ്പ് വെള്ളം, ആ വെള്ളപ്പൊക്ക സമയത്ത് ഉപ്പ് നമ്മുടെ പറമ്പിലേക്ക് കയറുമ്പോ അങ്ങനെയാണ് ചെമ്മിപ്പുളി മരവും നെല്ലിക്കാപ്പുളി ഒക്കെ കായ്ച്ചിട്ടാണ് പോയത്. അതാണ് വിഷമം. എല്ലാരും ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാം അച്ഛൻ തന്നെ വെച്ച മരങ്ങളാണ്. അപ്പൊ ഇതും അച്ഛൻ വെച്ചാണ് അമ്പഴമരം 2 ഉണ്ടായിരുന്നു, ഒരെണ്ണം പോയതാണ്. അപ്പുറത്ത് തേക്ക് അച്ഛൻ വെച്ചാണ്. അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. പേരക്ക, ഇതാണ് കുഞ്ഞു പേരമരം. ഇഷ്ടം പോലെ എല്ലാം വേണ്ടി ഈ മുറ്റത്ത് നമ്മൾ നോക്കുമ്പോ ഒന്നുമില്ലെന്ന് തോന്നും. പക്ഷെ എന്ന് വെച്ചാൽ അത് പേരക്ക, ഇത് കാണിക്കുന്ന, ഇത് ചാമ്പക്ക, അതിന്റെ പക്കിൽ തന്നെ അവിടെ ആര്യവേപ്പ് എല്ലാം ഉണ്ട്. കുഞ്ഞു പേരമരമാണെങ്കിൽ എല്ലാരും ചോദിക്കും പേരക്ക ഉണ്ടായിട്ടുണ്ടല്ല, പൊട്ടിച്ചോളാൻ പറയും. നമ്മ ഇപ്പൊ ഇവിടെ ഉള്ളതുകൊണ്ടാണത് കാണാല്ലേ, നമ്മൾ കാണുമൊന്നുമില്ല, നേരം വെളുക്കുമ്പോ പൊട്ടി പോകും. അതെ, അപ്പൊ നമുക്ക് നേരെ പരിപാടിയിൽ കിടന്നല്ല. വീഡിയോ ഇങ്ങനെയൊക്കെയാണ്. അതെ, തുടങ്ങാം. ഇതുപോലെയൊക്കെ തന്നെ വീഡിയോ അങ്ങടെ എല്ലാവരുടെയും കയ്യിൽ എത്തണില്ലെന്നാണ് തോന്നണത്. ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതെ, അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യാം. വീഡിയോന് ഞങ്ങള് എല്ലാവരും ഇടാം. അപ്പൊ നമുക്ക് നേരെ അച്ചാറിടാത്തോണ്ട് നമുക്ക് ഉത്സാഹമില്ല. അച്ചാർ ഉപ്പിലിട്ടിട്ട് നമുക്ക് അച്ചാറിന്റേതായ അച്ചാറിന് വേണ്ട സാധനങ്ങളെല്ലാം കണ്ണൻ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക് എല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെയ്താൽ മാത്രം മതി. അപ്പൊ നമ്മ ഇതിന്ന് കുറച്ച് നല്ല എല്ലാം നല്ലതാണത്. ചെറുതെടുത്തിടണുള്ളൂ, ഇങ്ങനത്തെ ചെറുതെടുത്തിടണുള്ളൂ. അതാണ് ഞങ്ങള് ഇത് ഇങ്ങനെ തന്നെ ഇടണോ മുറിച്ചിടണോ എന്നുള്ളൊരു ആലോചനയിലാണ്. 2-3 വീഡിയോകളൊക്കെ നോക്കിയപ്പോ 2 സൈസാണ്. അങ്ങനെ ഇടുന്നവരുണ്ട്, മുറിച്ചിടുന്നവരുണ്ട്, തിളപ്പിച്ച വെള്ളത്തിലിടുന്നുണ്ട്. അപ്പൊ എങ്ങനെ ഇടും എന്നുള്ളത് നമുക്ക് കാണിക്കാട്ടോ. ഒന്നും കൂടി 2-3 വീഡിയോ ഒക്കെ നോക്കിയിട്ടാണ്. നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാനുള്ള ആകെ മറന്നുപോയി.
അറിഞ്ഞൂടാ, ആ വീഡിയോ തന്നെ നോക്കണം. അതെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മ മറ്റുള്ളവരുടെ വീഡിയോ കണ്ടിട്ടാണ് ഇടണം, അപ്പൊ അതേപോലെ നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം. അതെ, അപ്പൊ എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കണല്ലേ? ശ്രുതിയും ഭാവിയും സുഖമായിട്ടിരിക്കണേന്ന്. കൊച്ചിന് ഇഞ്ചക്ഷൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞായിരുന്നു ഇത്തിരി ചിറാപ്പിലൊക്കെയാണ്, ഇപ്പൊ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഹാപ്പി ആയിട്ടൊക്കെ പോണ്. അപ്പൊ എല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടുണ്ട്. ഇപ്പോഴും എല്ലാം ഭംഗിയായിട്ടൊക്കെ പോണ്. അപ്പൊ അവിടെ ചടങ്ങൊന്നും നമ്മ നടത്തിയിട്ടില്ല, ഇത്തിരി ദിവസം കൂടിയൊക്കെ ഉണ്ട്. അപ്പൊ ആളൊന്നും ഉഷാറാവട്ടെ. ഉഷാറാവുന്നതിന് ശേഷമൊക്കെ ഉള്ളു. അപ്പൊ അതൊക്കെ നമ്മളെ അറിയിക്കും. എല്ലാ പരിപാടിയും നിങ്ങൾ കാണിച്ചു തരും, അറിയാലോ. അതെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ബാ, ചെയ്യുന്ന വെച്ചാൽ നോക്കി ഇങ്ങനെ കഴുകിയിടാം. കഴുകിയിട്ടിട്ട് നമ്മൾ എണ്ണയിലിട്ടാണ് ചെയ്യണത് അല്ലേ അമ്മേ? താഴെ വെള്ളം ഇറങ്ങി പൊക്കോളൂ. നമ്മൾ എണ്ണയിലിട്ട് കുറച്ചു നേരം അല്ലേ? അതെ, അപ്പൊ നോക്കി ഇപ്പൊ നമുക്ക് വേണ്ട സാമഗ്രികളൊക്കെ ഇവിടെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കൂടുതലൊന്നും വേണ്ട, എല്ലാവരും ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ അല്ലേ? അപ്പൊ നമുക്ക് വെള്ളം വാങ്ങിക്കാം. അപ്പൊ നോക്കി നമ്മൾ ആദ്യം നല്ല എണ്ണ ഒഴിച്ചിട്ടാ, എണ്ണ ഒഴിച്ചാണ് ചെയ്യണത് അല്ലേ? എണ്ണയിലാണ് ഫുൾ പാചകം. ആ, ചിലര് വെളിച്ചെണ്ണയിലൊക്കെ ചെയ്യും അല്ലേ? അതെ, ഇത് പരിഞ്ഞിട്ട് ഉണ്ടാക്കണമെങ്കിൽ കുറെ നേരം കുറെ ഇരുന്നേനെ. ഇതാകുമ്പോ പറയുന്നവരെന്നൊക്കെ ഇങ്ങനെ പിറക്കി തിന്നാ. അപ്പൊ ഇതിന് ചൂടായിട്ട് നമ്മൾ ഇതിലിട്ടിട്ട് അമ്പഴം ഇടൂലേക്ക് അല്ലേ? അതിനാ ഞങ്ങളുടെ ആശാൻ വർക്ക് ചെയ്ത്. അതെ അതെ, നമുക്ക് അങ്ങനെ തന്നെ ചേർടാം. സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ വാടി ചെറുതായിട്ട് ഇങ്ങനെ വാടി കണ്ട. ഇത് ഈ കളർ പച്ച, ഇത് വാടി വരും ബി കളർ അല്ലേ? വെള്ളം വെച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് വീഡിയോ കണ്ടത്. കരി ചെറുതായിട്ട് വാടിയാൽ മതി തോന്നല്ലേ? ഞാനും അങ്ങനെ നമുക്ക് ഓർമ്മയാണ് വിട്ട് കണ്ടോളല്ലോ, അപ്പൊ തന്നെ കോരിയോ? അല്ല, ഇനി മറ്റേ കിടന്നൊക്കെ ഒന്നും കൂടി പാടുമല്ലോ. കളർ ഇങ്ങനെയാണ് ആയത്. ഈ പച്ചക്ക തിന്നണ്ടൊരു. അപ്പൊ നോക്കിയാ അമ്പഴങ്ങ എല്ലാം നമ്മള് എണ്ണയിലിട്ടിട്ട് സെറ്റാക്കി നമ്മുടെ പാത്രം ഒന്ന് മാറ്റി വന്നു ഇതിലിട്ട് പണിയാവും. അതെ, ഇത് പകുതി പകുതി ചെയ്യാൻ പറ്റിയ പരിപാടി അല്ലല്ലോ. അപ്പൊ ഇത്തിരി വലിയ നമ്മുടെ സ്ഥിരം സാധനം എടുത്ത് നമുക്ക് ഇതിലിട്ട് ചെയ്യണായിരുന്നു ഇഷ്ടം. അതെ, ഇതിലിട്ട് ചെയ്യുമ്പോ എന്താന്ന് വെച്ചാ ആ വീഡിയോ കൊണ്ട് ചേച്ചി ഇങ്ങനത്തെ ഇതിലാണ് ചെയ്യണ്ടായിരുന്നത്. നമ്മൾക്ക് അങ്ങനത്തെ ഉണ്ട്. അപ്പൊ അതിലിട്ട് ചെയ്യാന്ന് പറഞ്ഞാണ് അത് എടുത്തത്. പക്ഷെ ഇളക്കി വരുമ്പോ ശരിയാവില്ലെന്ന് തോന്നണ്. അപ്പൊ ഈ എണ്ണയൊക്കെ തന്നെ ഇതിലേക്ക് ഒഴിക്കും. എന്നിട്ട് ഇത് 10 ദിവസം ഓക്കെ ആയിട്ടുണ്ട്. ഇട്ടപ്പോ തന്നെ ആവും ഇത്. പിന്നെ ആരെങ്കിലും ഇത് കണ്ടിട്ട് ഇനി ഉണ്ടാക്കണവരുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഇട്ടപ്പോ തന്നെ എടുത്തോളൂ കേട്ടോ. അതെ, അധികം വേവൊന്നുമില്ല. അതെ അതെ, ഇതൊക്കെ ഇടാറില്ല. ഞാനും ഉലുവ പൊട്ടിക്കുള്ളൂ. എനിക്ക് ഉലുവയൊക്കെ വറുത്ത് പൊടിക്കണം മടിയുള്ള കാര്യമാണ്. പൊടിച്ചളഞ്ഞേക്കാം. പിന്നെന്തായാലും പൊടിച്ചിടാം. നമ്മൾ എണ്ണ ഇട്ടിട്ട് നമ്മൾ ചട്ടിയാണ് വെച്ചേക്കണത്. ചട്ടി മാറ്റി എണ്ണ അത് തന്നെ എടുത്ത് ഒഴിച്ച് നമ്മുടെ അമ്പഴങ്ങ ചൂടാക്കി എണ്ണ എടുത്ത് ഒഴിച്ച് ചട്ടി മാറ്റി നോക്കി നമ്മള് ഉലുവയും കടുകും കൂടി ഇട്ടിട്ടുണ്ട്. ഉലുവയും കടുക് അത് കാണിക്കാൻ പറ്റിയില്ല. അപ്പൊ നോക്കി ബാക്കിയുള്ള ഈ സാമഗ്രികളും കൂടി ഇടാൻ പോണേണ്. എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഇട്ട് ഇങ്ങനെ വാടി കഴിഞ്ഞിട്ട് അത് ഇട്ടോളൂ അല്ലേ? പൊടികളൊക്കെ ഇടും നോക്കോ. മുളക് പൊടിയും മഞ്ഞപ്പൊടിയും വാടിയതിനു ശേഷം മാത്രം ഇട്ടാൽ മതി. പൊടികളായിട്ട് വേറെ ഒന്നും ഇടുന്നില്ല. കായപ്പൊടിയും ഉലുവപ്പൊടിയൊക്കെ ഇടുന്നത്. കായപ്പൊടി ഉലുവപ്പൊടിയാണ് ഇടുന്നത്. അച്ചാറുപൊടി അത് ഞാൻ ഇടുന്നില്ല. മഞ്ഞപ്പൊടി മുളക് പൊടി മാത്രം ഇടുന്നുള്ളൂ. അത്രേ ഉള്ളൂ. നമ്മളതിൻ്റെ ഇടക്ക് മഞ്ഞപ്പൊടിയും ഇട്ട് മുളക് പൊടിയും ഇട്ട് ഇപ്പൊ സൊർക്ക ഒഴിക്കാൻ പോകണം. നമ്മൾ കുറച്ച് സൊർക്കയും കൂടി ഒഴിച്ച് അതിന് മുന്നേ കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. സൊർക്ക ചൊക്കാൻ ചുവന്നിരിക്കണ്ട. ചൊക്കാൻ ചുവന്നിരിക്കുമ്പോ നമ്മളുടെ മെയിൻ ആയിട്ട് ഇവിടെ ഇതിലേക്കാണ് കൊട്ടും. അതിന് മുന്നേ തന്നെ കായപ്പൊടി അല്ലേ? അതെ, നോക്കിയേ കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉലുവപ്പൊടി നല്ല ചൊക്കാൻ ചുവന്നോണ്ടിരിക്കണ സെറ്റ് സാധനം. അത് നമ്മളെ എഡിറ്റ് ചെയ്യുമ്പോ പറ്റണതാണത്. അങ്ങനെ ആയിപ്പോണ എന്താ അറിയൂടാ. ഇത് നല്ല ചോപ്പുണ്ട് കേട്ടാ. ഇനി വരുമ്പോ എങ്ങനെയാന്ന് അറിയൂടാ. അപ്പൊ നോക്കിയേ നമ്മളുടെ മെയിൻ സാധനം കൂടി ഇട്ടിട്ടാ. വാവ്, ഇനി ഇളക്കി കഴിയുമ്പോഴേക്കും ഭംഗി വരാൻ പോണത്. നോക്കി നമ്മുടെ സാധനം റെഡി ആയിട്ടാ. അമ്പേ, ഞാൻ വിചാരിച്ചതിനേക്കാൾ വെറുതെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി ചെറുതായിട്ട്. ഞാൻ അമ്മ നോക്കിയിട്ടില്ല, ഞാൻ നോക്കി.
ഇപ്പൊ തന്നെ അത് കണ്ടിട്ട് നല്ല സന്തോഷം തോന്നുന്നു. നാക്കിൽ നുണയുന്നു അല്ലേ? എന്തായാലും ഇത് കണ്ടാലും എല്ലാവരും വായിൽ വെള്ളം വരും. അതെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലും. അതെ ഇതിപ്പിനല്ലേ അവരോട് കഴിച്ചു കൊടുത്ത ചോറിൻ്റെ കൂടെ ഒന്നും കഴിക്കല്ലോ ഞങ്ങളിത്. അതെ ചോറിനൂടെ കഴിച്ചൊന്നും ഞങ്ങളാരും കൊതിപ്പിക്കണില്ല. എന്തായാലും അമ്പഴം കഴിച്ചാറല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതെ ഇങ്ങനെ എടുത്തിട്ടില്ലേ നേരെ ആ ചാറും കൂട്ടി ഒരു പിടുത്തം അങ്ങനെ പാടിട്. നോട്ടെ ഞാൻ ആദ്യമായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്തല്ലേ. അളുത്ത് പോളെ അങ്ങോട്ട് വേഗം വെറുതെ ഉടഞ്ഞോണ് നാക്കൊന്ന് കാണിച്ചു കൊടുത്ത് കണ്ടാ കണ്ടാ അങ്ങനെ അതേപോലെ പോവും. ഇങ്ങനെ നെയ്ക്കട്ട അലിഞ്ഞു പോണ പോലെ പോവും അല്ലേ? ഇങ്ങനെയുണ്ട് അടിപൊളി സാധനം വെറുതെ കിട്ടില്ല സാധനം. ഗ്രേവി എന്ന് വെച്ചാൽ പവർ ഗ്രേവിയാണ്. ഗ്രേവി പെർഫെക്റ്റ് ആണ്. ചോറിലൊക്കെ കുഴച്ചിടിക്കുക. അതെ ഇന്നിപ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഒക്കെ എടുക്കണെങ്കിൽ ഒന്നുകൂടി കിടില്ല. ഉള്ളി പിടിക്കണമല്ല നമ്മൾ മാങ്ങയൊക്കെ അരിഞ്ഞിടണ പോലെയല്ലോ. മാങ്ങ നാരങ്ങയൊക്കെ അരിഞ്ഞിടുമ്പോൾ നേരെ അതിൻ്റെ ഉള്ളിൽ കയറും. അപ്പം തന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ 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 ഒന്നും പറയാനല്ലേ. ഞാൻ കഴിച്ചു നോക്കിയതാണ്ടാ ഞാൻ കഴിക്കാത്തത്. ഇതിന്റെ ഒരു പിടുത്തം പിടിക്കണമെങ്കിൽ നാളത്തെയും കൂടി ആയി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആവുന്നു കൂടി അല്ലേ? അതെ അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. അപ്പോ ഇന്നത്തെ കൊച്ചുകൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതെ അപ്പൊ ഇന്നത്തെ കൊച്ചുകൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? ആർക്കും തരാനുള്ളതില്ല, ഇത്രേ ഉള്ളു. പിന്നെ ആരെങ്കിലും ഈ വഴിക്ക് വണ്ടി ഇവിടെ കയറിയാടെ സുഖം തരാം. അതെ അത് അപ്പൊ ഇന്നത്തെ കൊച്ചുകൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് പ്രതീക്ഷിക്കുന്നു. ഉള്ളവര് കണ്ടാലും ചേച്ചി ഇത്തിരി അച്ചാറാന്ന് നിന്ന് കൊടുക്കും. നമുക്കിത് വെച്ചുകൊണ്ടിരുന്നുള്ളതല്ല, ആരും വന്നാലും തീർക്കും. അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ കൊച്ചുകൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ.